കുഞ്ഞുങ്ങളെ താലോലിക്കാൻ തോന്നുന്ന പ്രായത്തിൽ അവളോട് കാമം തോന്നുക എന്ന് പറയുമ്പോൾ അവനെന്തോ അസുഖമുണ്ട്. നാളെ അവനൊരു പെൺകുട്ടി ഉണ്ടായാലും ആ കുട്ടിയോട് അവന് കാമം തോന്നില്ലേ? ഇവനെപ്പോലെയുള്ളവരുടെ ആണത്വം ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്, പ്രിയങ്ക പറയുന്നു. ഇവിടെ എത്ര വലിയ കുറ്റം ചെയ്താലും പിടിപാടും ആവശ്യത്തിന് കാശുമുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഊരിപ്പോകാം. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമുക്ക് മുന്നിലുമുണ്ട്. എന്ത് ക്രൂരത ചെയ്യാനും ഇത്തരക്കാർക്ക് മടിയില്ല. ക്രിമിനലുകളുടെ ഉള്ളിൽ ഭയമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. കടുത്ത ശിക്ഷ കിട്ടുമെന്ന ഉൾഭയമില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം. ഒരു പെൺകുട്ടിക്ക് സ്വന്തം സഹോദരന്റെയോ അച്ഛന്റെയോ ഒപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണിവിടെ. എത്ര വലിയ ദുരന്തം സംഭവിച്ചാലും അതിന്റെ ചൂട് കുറച്ചുനാൾ മാത്രം നിലനിൽക്കും. അത് കഴിഞ്ഞ് അക്കാര്യം തന്നെ നമ്മൾ മറന്നു പോകുന്നു. എല്ലാവരും മാധ്യമങ്ങളെപ്പോലെ ന്യൂസ് വാല്യൂ നോക്കി നടക്കുകയാണ്. അടുത്തടുത്ത കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിന്റെ പുറകെ പോകും. ഇവിടെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? സ്ത്രീകൾ പ്രതികരിച്ചാൽ അവർ ഫെമിനിസ്റ്റുകളാകും. കുടുംബത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. എന്റെ അച്ഛൻ എന്നെ വളർത്തിയത് സ്വതന്ത്രയായ വ്യക്തിയായിട്ടാണ്. നീ പെണ്ണിനെ പോലെ വളരൂ, ആൺകുട്ടികളെ പോലെ വളരൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആൺ പെൺ വ്യത്യാസമില്ലാതെ അവളെയോ അവനെയോ ഒരു വ്യക്തിയായി വളർത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് പ്രതികരിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യനായാൽ കാമം ഉണ്ടാവും, പക്ഷേ അത് നിയന്ത്രിക്കാൻ പറ്റണം. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ പുരുഷൻ അവളെ തൊടുന്നതും ആസ്വദിക്കുന്നതും തെറ്റാണ്. അമ്മയിൽ നിന്നല്ലേ കുഞ്ഞുണ്ടാവുന്നത്? അമ്മയെ ബഹുമാനിക്കുന്ന ഒരു പുരുഷന് ഒരിക്കലും ഇത്തരത്തിൽ പെരുമാറാൻ കഴിയില്ല. അവന് തീർച്ചയായും ഭ്രാന്ത് തന്നെയായിരിക്കും. ഫേസ്ബുക്കിൽ പലരും അവന് വേണ്ടി വാദിക്കുന്നത് കണ്ടു. അവനെ സപ്പോർട്ട് ചെയ്യുകയല്ല, അവനെപ്പറ്റി സംസാരിക്കാൻ പോലും പാടില്ല എന്നായിരുന്നു പ്രിയങ്ക പറഞ്ഞത്. കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.